നമസ്കാരം. മൃഗസ്നേഹികൾക്ക് മാതൃകയാവുകയാണ് എറണാകുളം കലൂർ സ്വദേശിയായ ബൽരാജ്. അവിടെ നിൽക്ക് മുത്തേ, അവിടെ നില്ലടാ. നമ്മളൊരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു മൃഗസ്നേഹിയാണ്. നാട്ടുകാര് പലതും പറയുമല്ല, അവന് പ്രാന്താന്ന് പറയും. ഇവൻ നല്ല ഇടിപൊളി സാധനമാണ്. പശുവിനെയൊക്കെ വെച്ചാൽ നമുക്ക് ലാഭമല്ലേ, പാല് കിട്ടും. ഇതിനെന്ത് കിട്ടും? ഒരു വഴക്കില്ലാത്ത കുതിരയാണ്, ഭയങ്കര സ്നേഹമുള്ള കുതിരയാണ്. ഇത് 80 കിലോമീറ്റർ സ്പീഡിൽ ഓടി കുതിര. പൈസയൊക്കെ വന്നതേ ഇഷ്ടംമാതിരി കാശ് വരും. അതൊക്കെ ദൈവത്തിന്റെ കളിയാണ്. ചേട്ടാ, ഭക്ഷണം കൊടുത്താൽ എന്ത് മൃഗങ്ങളാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കും. എറണാകുളം കലൂർ പൊറ്റക്കുഴി പേരണ്ടൂർ റോഡിന് സമീപം താമസിച്ച് ചായക്കച്ചവടം നടത്തി ഉപജീവനം തേടുന്ന ബൽരാജാണ് മൃഗസ്നേഹത്തിന്റെ നേർക്കാഴ്ചയാവുന്നത്. പശു, നായ, പൂച്ച തുടങ്ങി വളർത്തുമൃഗങ്ങളെ വീട്ടിൽ വളർത്തി പരിപാലിക്കുന്ന ബൽരാജ് കഴിഞ്ഞ ദിവസമാണ് ഒരു കുതിരയെ വാങ്ങി തന്റെ മൃഗസ്നേഹം ഊട്ടിയുറപ്പിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന കുതിര വളരെ പെട്ടെന്ന് ഇണങ്ങിയെന്നും സ്നേഹമുള്ളതും പിണക്കമോ പേടിയോ ഇല്ലാത്തതുമാണെന്ന് ബൽരാജ് പറഞ്ഞു. എനിക്ക് ഇതിനോട് ഭയങ്കര സ്നേഹമാണ്. കുതിര, പശു, പട്ടി എല്ലാവരുടെ സ്നേഹമാണ്. എല്ലാം എൻ്റെ അടുത്തുണ്ട്. ഞാൻ നന്നായിട്ട് വളർത്തുകയും ചെയ്യും, നന്നായിട്ട് നോക്കുകയും ചെയ്യും. കാര്യം നന്നായിട്ട് അത് ദൈവസഹായമാണ്. ദൈവസഹായത്തിലേ പോണത്. സത്യം പറയണം. ഞാൻ മിനിയാന്ന് മേടിച്ച കുതിരയാണിത്. ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കണം നോക്കിയേ. മിനിയാന്ന് വാങ്ങിയതാ. കണ്ടാ, ഇത്ര ഉള്ളു എൻ്റെ അടുത്ത് കാര്യം. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് കുതിരയ്ക്ക് ചിലവേറെയാണ്. എന്നാൽ സന്തോഷത്തോടെയാണ് കുതിരയെ നോക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇഷ്ടഭക്ഷണമായ മുതിരയോടൊപ്പം പുല്ലുകളും ഈ കുതിര ഭക്ഷിക്കുമെന്നും ബൽരാജ് പറഞ്ഞു. അത് മുതിരയാണ് കൊടുക്കണം. മുതിര 2 കിലോ മുതിര രാവിലെ കൊടുക്കും, വൈകുന്നേരം 2 കിലോ മുതിര കൊടുക്കും, പിന്നെ തവിട് കൊടുക്കും. 600 രൂപ ചിലവ് വരുവിന്. പിന്നെ ഇപ്പം ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് എനിക്ക് ചില്ലറ കിട്ടിയിട്ടാ. എങ്ങനെയെന്ന് അറിയാമോ? ഒരു കൊച്ചിനെ കയറ്റിയാൽ 100 രൂപ കിട്ടും. മോളിൽ കയറ്റിയാൽ നമുക്ക് സമയമില്ല. നമുക്ക് കടയിൽ നമുക്ക് കട നടത്തണല്ലേ, നടക്കൂല. പിന്നെ ഒരു അഡ്ജസ്റ്റിന് പോവും, അത്രേ ഉള്ളു. ഭക്ഷണം നൽകിയാൽ ഏത് മൃഗവും നമ്മുടെ കൂടെ നിൽക്കും. തന്റെ മൃഗസ്നേഹം കാണുന്ന ചിലർ എതിരഭിപ്രായം പറയാറുണ്ടെങ്കിലും അത് വകവയ്ക്കാറില്ലെന്നും ബൽരാജ് വ്യക്തമാക്കി. ചേട്ടാ, ഭക്ഷണം കൊടുത്താൽ എന്ത് മൃഗങ്ങളാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കും. ഭക്ഷണം കൊടുക്കണം. അതിൻ്റെ ഭക്ഷണം എന്താ വെച്ചാൽ അത് കൊടുക്കണം. അത് കൊടുത്താൽ അത് സന്തോഷമായിട്ട് നിൽക്കും, നമ്മുടെ കൂടെ നിൽക്കും. പുല്ല് തിന്നണം. അതിന് ഇപ്പോൾ ഇത് പുല്ല് തിന്നും. പുല്ല് നന്നായിട്ട് തിന്നണമെങ്കിൽ നമ്മൾ പുല്ല് കൊടുക്കണം. പിന്നെ ഭക്ഷണം കൊടുക്കണം. നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുത്താലേ ഭംഗിയാവുള്ളൂ. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ് വേണം. അതാണ് കുഴപ്പം. അപ്പം അവിടെയാണ് വിഷയം കിടക്കണം. അപ്പം അങ്ങനെയാണ് എനിക്ക് അയാൾ തന്നത്. ആര്? ആ ചേട്ടൻ തന്നെ എനിക്ക് അങ്ങനെയാണ്. അയാൾ പറയുകയും ചെയ്ത്, ഇതേ എൻ്റെ കൊച്ചൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നോക്കിയിരുന്നതാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നോക്കിയാൽ പോരെ. ചേട്ടന് വല്ല പൈസ ആവശ്യമുണ്ടോ? പൈസ ആവശ്യം ഞാൻ ചെയ്തു തരാം ചേട്ടനെ. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പൈസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെയല്ല, ഞാൻ കടം മേടിക്കാനേ ഉദ്ദേശിക്കില്ല. എൻ്റെ മുതലിനെ കൊണ്ടുപോ, എൻ്റെ പൈസ തന്നായിരുന്നു. അങ്ങനെ വാങ്ങിയതാ. നാട്ടുകാർ പലതും പറയുമല്ല, അവന് പ്രാന്താന്ന് പറയും. അവന് കുതിരനെ മേടിക്കണം, പശുവിനെ മേടിക്കണം, മറിച്ചാണ് പ്രാന്താന്ന് പറയും. അത് നാട്ടുകാരുടെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഉണ്ടാ വല്ല പണിയണ നോക്കാൻ പറയും. അത്രേ ഉള്ളു. നമ്മളൊരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രേ ഉള്ളു. നമ്മളത്ര ഉദ്ദേശിക്കുള്ളൂ. വേറെ വഴക്കൊന്നുമില്ല. ഇവൻ നല്ല ഇടിപൊളി സാധനമാണ്. ഇപ്പല്ലേ വേറെ കയറ് വിട്ടിട്ട് എൻ്റെ കൂടെ വരും. 2 ദിവസം ഞാൻ മേടിച്ചിട്ട് എൻ്റെ കൂടെ വരും. കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങനെയാണ്. അതിന് 2 ദിവസം തീറ്റ കൊടുത്താൽ അങ്ങനെയാണ്. മനസ്സിലായ? ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുകയാണ് വേണ്ടതെന്നാണ് ബൽരാജിന്റെ പക്ഷം. മൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ തനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമാണെന്നും ഈ വ്യത്യസ്തനായ മൃഗസ്നേഹി സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മള് മൃഗസ്നേഹിയാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണ്ടേ? എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണം? നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും ഭഗവാന്റെ അടുത്ത് എന്താ പ്രാർത്ഥിക്കണം എന്നറിയാമോ? ഭഗവാനെ, ഇന്ന് സന്തോഷമായിരിക്കണേ, നന്നായിട്ടിരിക്കണേ, ആരും വഴക്കിടരുതേ, നല്ലത് വരുത്തണേ, ആരും വഴക്കിടാൻ വരരുതേ. ഇതൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കൂല. ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നും പ്രാർത്ഥിക്കുന്നത്. പൈസയൊക്കെ ദൈവം തന്നെയല്ലേ, തന്നെ വരുമെന്നേ. പൈസ തന്നെ വരും. പൈസയൊക്കെ വന്നതേ ഇഷ്ടംമാതിരി കാശ് വരും. അതൊക്കെ ദൈവത്തിന്റെ കളിയാണ്. തന്റെ മൃഗസ്നേഹത്തോട് ബാങ്ക് ജീവനക്കാരനായ മകൻ ഉൾപ്പെടെ വീട്ടുകാരുടെ പിന്തുണ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൻ്റെ കൊച്ചിന് ഭയങ്കര സന്തോഷമാണ്. കൊച്ച് ബാങ്കിലെ ജോലി എടുക്കണം. പക്ഷെ അവൻ ഇങ്ങനെ കേട്ടെ, അവൻ പറഞ്ഞേ
ആദ്യമേയൊക്കെ ഇങ്ങനെ ബപ്പ എന്തിനാ അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഈ കുതിരനെ കണ്ടപ്പോഴേ അവനെ കൊണ്ടേ കെട്ടിയത്. അതിൻ്റെ വീട് ഞാൻ ഇട്ടുതരാം, അതിന് ചേട്ടൻ ഇട്ടുതരാം, ആ വീട് ഇട്ടുതരാം. അവനെ കൊണ്ടേ കെട്ടിയത് വീട്ടിൽ. ഞാൻ പറഞ്ഞേ വണ്ടിയൊക്കെ പുറത്തിറക്കി വെക്ക്, എന്നിട്ട് നമുക്ക് കുതിരനെ അവിടെ കെട്ടാന്ന് പറഞ്ഞു. കെട്ടിക്കോന്ന് പറഞ്ഞു. അതിൻ്റെ കുതിരനെ വീട്ടിലെ കെട്ടണ. അവൻ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവന്. മോന് ഭയങ്കര ഇതാണ്. മോന് കുതിര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം അവന് സന്തോഷമാണ്. സന്തോഷം മാത്രമല്ല, അവന് ടൈം കിട്ടണില്ല. ബാങ്കിൽ പോയിട്ട് തന്നെയല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഓടിക്കാനുള്ള സമയം കിട്ടണില്ല. പിന്നെ ഇതിൻ്റെ സാങ്കരമ്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, മോളിൽ കയറി ഇരുന്ന് ഓടിക്കാനുള്ളതൊക്കെ. അപ്പം അത് മേടിച്ചിട്ടില്ല. അത് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓടിക്കും, അവൻ ചുമ്മാ ഓടിക്കും. ഇത് 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും കുതിര. കുതിരയെ സിനിമാ ഷൂട്ടിംഗ്, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ വിവാഹത്തിന് അതിൽ എന്ത് പരിപാടിക്ക് വേണമെങ്കിൽ കൊടുക്കാം. നല്ല രീതിയിൽ നമ്മൾ ഒന്നാമത് എൻ്റെ സമയം കൂടി നോക്കണം. ഈ അവിടെ നിൽക്ക് മുത്തേ, അവിടെ നില്ലടാ. എൻ്റെ സമയം കൂടി നോക്കണം കേട്ടോ. അല്ല പിന്നെ കൂടെ അല്ല അവർ കൊണ്ടുപോകെങ്കിൽ അവർ കൊണ്ടുപോയാലും കുഴപ്പമില്ല. അത്ര ഇണക്കമുള്ള കുതിരയാണ്, ആര് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒരു വഴക്കില്ലാത്ത കുതിരയാണ്, ഭയങ്കര സ്നേഹമുള്ള കുതിരയാണ്. സ്നേഹമുള്ള കുതിര എന്ന് പറഞ്ഞാൽ ചേട്ടനായി വാൽമ പിടിച്ച് നോക്കിക്കോ. വാൽമ പിടിച്ചാൽ അപ്പം കാല് വെച്ചടിക്കും, പക്ഷേ ഇതൊന്നും ചെയ്യില്ല. ഭയങ്കര സ്നേഹമുള്ള കുതിര, ഭയങ്കര സ്നേഹമാണ്. കുതിരക്ക് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാം. എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം കേട്ടോ. ഞാൻ ഒരു മൃഗസ്നേഹിയാണ്. ഇതിന് ഒരു 600 ചിലവുണ്ട് ഡെയിലി. അത് വരുമ്പോൾ അത് കണക്കാക്കി വേണം വരാൻ. ഈ കുതിരയുടെ ഓണറായ ശ്രീ ബൽരാജ് എൻ്റെ ബാല്യകാല സുഹൃത്തും ഇവിടുത്തെ പൊറ്റക്കുഴി പള്ളി സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതുമാണ്. അദ്ദേഹം പിന്നെ ബിസിനസ് മേഖലകളിലോട്ട് തിരിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൃഗസ്നേഹിയാണ്. ഇതിനു മുന്നേ കുതിര വണ്ടിയും കുതിരനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോൾ ഈ ഒരു കുതിരനെ മേടിച്ചു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു കുതിരനെയൊക്കെ മറ്റു മ്യൂസിയത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തൊട്ടടുത്ത് കാണാനും അതിനെ ഒന്ന് തൊട്ട് ഇത് പരിപാലിക്കാനും ഒക്കെ പറ്റിയത് വളരെ ഭാഗ്യം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നന്മയുള്ള മനസ്സുള്ളത് ഞങ്ങൾക്കെല്ലാം സുഹൃത്തുക്കൾക്കും ഈ നാട്ടിലുള്ളവർക്ക് അഭിമാനമാണ്. കൊച്ചി.